ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുവള്ളൂരിലുള്ള ബാവുപ്പാറ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഒരുപാട് പടികളുള്ള ഒരു ക്ഷേത്രമാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഏകദേശം 87ഓളം പടികൾ കയറിയാലാണ് ക്ഷേത്രത്തിൻ്റെ മുറ്റത്തേക്ക് എത്തുക. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണിത്. പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം എന്നാണ് ഐതിഹ്യം. നല്ല ഭക്തിഗാനം കേട്ടുകൊണ്ടാണ് പടികൾ കയറി ഞങ്ങൾ ക്ഷേത്രമുറ്റത്തേക്ക് എത്തിയത്. ക്ഷേത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് അതിപുരാതനമായ ഒരു ക്ഷേത്രമായിരുന്നു എന്ന്. 5:30 മണിക്കാണ് ക്ഷേത്രത്തിൻ്റെ നട തുറക്കുന്നത്. ആ സമയത്താണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. ക്ഷേത്രത്തിൻ്റെ മുറ്റത്തെത്തിയാൽ ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്തായി 2-3 പാറക്കുളങ്ങൾ കാണാം. വലുതും ചെറുതുമായിട്ടുള്ള 3ഓളം കുളങ്ങളുണ്ട്. അതേപോലെ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയാൽ ആദ്യം തന്നെ ശ്രീകോവിലിലേക്ക് കടക്കുന്നതിന് മുമ്പായി 2-3 ഉപദേവ ക്ഷേത്രങ്ങളുണ്ട്. ശാസ്താവ്, കന്നിമൂല ഗണപതി, ഭഗവതി ക്ഷേത്രങ്ങൾ. ഇതൊക്കെ തൊഴുതതിന് ശേഷമാണ് ശ്രീകോവിലിനുള്ളിലേക്ക് കയറേണ്ടത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ് മുഖമായിട്ടാണ്. ഈ പാറയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ അസ്തമയ സൂര്യനെയും നല്ല പ്രകൃതി ഭംഗിയും ആസ്വദിക്കാം. ഈ പാറക്കുളം വെറുമൊരു കുളമായിട്ട് മാത്രമാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. പക്ഷേ തിരുമേനിയുടെ വിവരണത്തിലൂടെയാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പാറ ശിവൻ്റെ വലതുപാദം പതിച്ചതാണെന്നും അതിലാണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്നതെന്നും തിരുമേനി പറഞ്ഞിട്ടാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. വലതു പാദത്തിൻ്റെ അതേ ആകൃതിയിലാണ് ഈ കുളവും അതിനുള്ളിലുള്ള വെള്ളവും കാണുന്നത്. ഒരുപാട് പടികൾ കയറണമെങ്കിലും പക്ഷേ ഇത് വലിയൊരു പ്രയാസമായിട്ട് തോന്നിയില്ല. പ്രായം ചെന്നവർക്കൊക്കെ നിഷ്പ്രയാസം വിശ്രമിച്ച് കയറാൻ പറ്റുന്ന ഒരു ഉയരമേ ഈ പടികൾക്കുള്ളൂ. 87 പടികൾ കയറിയിട്ടാണ് മുകളിലത്തെ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് എത്തുന്നത്. പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെങ്കിലും പ്രകൃതിനെ ഒന്നും ചെയ്യാതെയാണ് ഈ ഇവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. ഓഫീസും കാര്യങ്ങളെല്ലാം ഉള്ളത് മരങ്ങളും എല്ലാം അതിൻ്റെ അടക്കം മരങ്ങളും പ്രകൃതിനെ ഒരു വിധത്തിലും ദ്രോഹിക്കാതെയാണ് ഇവിടെയുള്ള എല്ലാ നിർമ്മാണ പ്രവൃത്തികളും നടത്തിയിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ക്ഷേത്രത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങിയാൽ റോഡിലേക്കൂടെ കുറച്ച് സഞ്ചരിച്ചാൽ നല്ല വിശാലമായ നെൽപ്പാടങ്ങൾ കാണാം. ഇത് കണ്ണിന് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. കാരണം പാടങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് കണി കാണാൻ തന്നെ കിട്ടുന്നില്ല.